എൻട്രി ചെയ്യണം. അപ്പോൾ അവരൊരു പാസ് തരും. 2 മണിക്കൂർ കൊണ്ട് നമ്മൾ മലക്കപ്പാറയിലെത്തണം. ഇവരെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു ഉള്ളൊരു സ്ഥലമാണിത്. ആന, പുലി, കടുവ, കരടി എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ ഈ ഭാഗത്തൊക്കെ ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടാണ് നിയന്ത്രിച്ചിരിക്കുന്നത്. ഇതുണ്ട് ഒരു വലിയൊരു പാറക്കൂട്ടം കണ്ട സൈഡിൽ. അവിടെ ഒരു ഏർമാടമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഏതൊക്കെയോ സിനിമകളുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ളതാണെന്ന് പറയുന്നു. കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. പുലിമുരുകനൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തതാണെന്നാണ് പറയണത്. ചെറിയൊരു ഔഷധത്തോട്ടമാണിത്. അതിൻ്റെ ബോർഡൊക്കെ വലിയ ഒക്കെ പടർന്നത് കാണാൻ പറ്റാതായിട്ടുണ്ട്. ഇതേ ഒരു തടിയിൽ ലോറിയാണ് മുമ്പിൽ. ഈ റോഡിൽ കൂടിയൊക്കെ ഇതിനൊന്ന് ഓവർടേക്ക് ചെയ്ത് കയറുക എന്ന് പറയുന്നത് ബൈക്കാണെങ്കിൽ പോലും വലിയ പാടാണ്. ഈ സ്ഥലം ഏതാണെന്ന് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അതായത് ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയ്ക്ക് പോകുന്ന ആ ഒരു ഫോറസ്റ്റ് റൂട്ടിൽ നിന്ന് നോക്കിയാൽ നമ്മൾ കാണുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ എൻട്രൻസിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ വിശദമായിട്ട് കാണാം. ഈ ഒരു പ്രദേശത്തിന് ലാൻഡ് ഓഫ് വാട്ടർഫാൾസ്, അതായത് വെള്ളച്ചാട്ടങ്ങളുടെ നാട്, അങ്ങനെ ഒരു പേര് കൂടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റോട്ടിൽ ഒരു 7 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രധാനപ്പെട്ട 3 വെള്ളച്ചാട്ടങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അതിരപ്പള്ളി, ചാർപ്പ, വാഴച്ചാല്. ഈ 3 വെള്ളച്ചാട്ടങ്ങളുടെ ദൃശ്യഭംഗിയും അതോടൊപ്പം തന്നെ അതിന്റെ ചുറ്റുപാടുമുള്ള ആ ഒരു വനത്തിൻ്റെതായിട്ടുള്ള ഒരു സ്വാഭാവിക സൗന്ദര്യം ഒക്കെ വളരെ വിശദമായിട്ട് തന്നെ ചിത്രീകരിക്കുന്ന ഒരു വീഡിയോയാണ് ഇത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും വേണം. കൂടാതെ എൻ്റെ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വലതുവശത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള യാത്രാ വീഡിയോകൾ എല്ലാം തന്നെ അതേ നിമിഷം തന്നെ നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ ആദ്യം വന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ റോഡ് സൈഡിലാണ് വന്നത്. അവിടെ വന്നിട്ട് എൻട്രൻസിൽ കയറാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇന്ന് നല്ല തിരക്കായിരുന്നു. ശനിയാഴ്ച ദിവസവും അതുപോലെ തന്നെ ഈ വെക്കേഷൻ കാലം കൂടി ആയതുകൊണ്ട് ഒരുപാട് സന്ദർശകരുണ്ട്. അപ്പോൾ പിന്നെ ഞാനൊന്ന് പ്ലാനൊന്ന് മാറ്റി ഇവിടുന്ന് നേരെ ചാർപ്പ വഴി വാഴച്ചാൽ പോയിട്ട് വാഴച്ചാൽ ആദ്യം കണ്ടതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ചാർപ്പയും കാണിച്ച് അതിനുശേഷം വന്ന് അതിരപ്പള്ളിയുടെ ഉള്ളിലേക്ക് കയറി ആ താഴെ ഇറങ്ങിയിട്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളുമൊക്കെ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ വാഴച്ചാലിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് അതായത് അതിരപ്പള്ളിയിൽ നിന്ന് ഏകദേശം 6.5 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ വാഴച്ചാലിലേക്ക്. 5 കിലോമീറ്ററോളം ഉണ്ട് ചാർപ്പ. അത് ചാർപ്പ കഴിഞ്ഞിട്ടാണ് വാഴച്ചാലിലേക്ക് പോകുന്നത്. അപ്പോൾ ആ റൂട്ടിൽ കൂടിയാണ് പോകുന്നത്. ഇത് ഫോറസ്റ്റാണ്. നമ്മൾ പോകുന്നത് വനത്തിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വാഹനങ്ങളുണ്ട് കേട്ടോ. അതിരപ്പള്ളി ആ ഭാഗത്തൊക്കെ ഒത്തിരി സന്ദർശകരാണ് കിടക്കുന്നത്. ഇതുണ്ട് ഒരു വലിയൊരു പാറക്കൂട്ടം കണ്ട സൈഡിൽ. അവിടെ ഒരു ഏർമാടമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. വലിയൊരു പാറയാണ് കേട്ടോ ഇത്. ഇവിടെയൊക്കെ ഏതൊക്കെയോ സിനിമകളുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ളതാണെന്ന് പറയുന്നു. കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. പുലിമുരുകനൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തതാണെന്നാണ് പറയണത്. ഇതേ ഒരു തടിയിൽ ലോറിയാണ് മുമ്പിൽ. ഈ റോഡിൽ കൂടിയൊക്കെ ഇതിനൊന്ന് ഓവർടേക്ക് ചെയ്ത് കയറുക എന്ന് പറയുന്നത് ബൈക്കാണെങ്കിൽ പോലും വലിയ പാടാണ്. ജസ്റ്റ് ഒന്ന് കുറേ പിടിക്കാം. ഇത് ഈ വിറകിൻ്റെ ആവശ്യത്തിന് പോണ തടിയാണെന്നാണ് തോന്നുന്നത്. അതായത് എന്ന് വെച്ചാൽ വാൽപ്പാറയിലേക്കുള്ള ടീ കമ്പനികളിലേക്കൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കാം. അങ്ങനത്തെ നമ്മളിത് വാഴച്ചാൽ വരെ ഇതിൻ്റെ പുറകെ കിടക്കേണ്ടി വന്നു. വാഴച്ചാലിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കിടക്കുന്ന റൂട്ട് മലക്കപ്പാറ, വാൽപ്പാറയ്ക്കൊക്കെ പോകുന്ന റൂട്ടാണ്. ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ മലക്കപ്പാറയ്ക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് നമ്മുടെ വണ്ടി എൻട്രി ചെയ്യണം. അപ്പോൾ അവരൊരു പാസ് തരും. 2 മണിക്കൂർ കൊണ്ട് നമ്മൾ മലക്കപ്പാറയിലെത്തണം. ഇവരെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ മേളിലോട്ട് കയറ്റി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ആ വണ്ടി അവിടെ തടഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് പാസ് എടുത്തിട്ട് വേണം ഇനി പോകാനായിട്ട്. നമുക്കത് ഇവിടെ കയറ്റിയിട്ട് ബൈക്ക് പാർക്ക് ചെയ്യാം. ഇത് വനത്തിൻ്റെ ഭാഗം തന്നെയാണിത്. ഈ ഭാഗത്ത് വെക്കാം വണ്ടി. ഓക്കെ, നമ്മൾ പാസ് എടുത്ത് വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാനായിട്ട് അകത്തോട്ട് കയറി. ഇത് ഇവിടെ ഒരു ഐസ്ക്രീം, ടീ, സ്നാക്സ് ഒക്കെ കിട്ടുന്നൊരു ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താണ് സംഭവം എന്ന് നോക്കാം. ഇവിടെ പാസ് എടുക്കണം കേട്ടോ. ഒരു 60 രൂപയുടെ പാസ്സാണ്. അപ്പോൾ ആ പാസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാഴച്ചാലും കാണാം. ആ പാസ് തന്നെ ഉപയോഗിച്ച് അതിരപ്പള്ളിയിലും കയറാൻ പറ്റും. അക്ഷരശ്രീ ഗ്രാമീണ വായനശാല വാഴച്ചാൽ. ഇതൊക്കെ ഇത് വേറെ എന്തൊക്കെ ഒരു അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഇച്ചിരി ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു കെട്ടിടമുണ്ട്. അത് ഫോറസ്റ്റിൻ്റെ ഓഫീസാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നല്ല ഈ ബുഷ് ചെടിയൊക്കെ കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇതെന്താണ്? കുട്ടികളുടെ ഒരു പാർക്കാണ്. ചെറിയ രീതിയിലുള്ള ഒരു കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക്
ജസ്റ്റ് ഒന്ന് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് സംഭവമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇത്. ഒരു സീസോ ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ കറങ്ങണ കസേര, അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പും തണലും ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് തന്നെ ഒരു തണലും തണുപ്പും ഒക്കെ ഉണ്ട്. ഇതെന്തുവാണ് ഒരു ആർച്ച്? ഓ, ഇത് ചെറിയൊരു ഔഷധത്തോട്ടമാണിത്. അതിൻ്റെ ബോർഡൊക്കെ വലിയ ഒക്കെ പടർന്നത് കാണാൻ പറ്റാതെയായിട്ടുണ്ട്. ഇതൊന്നും വലിയ രീതിയിൽ പരിഹരിക്കുന്ന ഒരു സംഭവമൊന്നും അല്ലെന്നാണ് തോന്നുന്നത്. ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഇത് ഈ അതിരപ്പള്ളി പോലെ കുത്തനെ പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടമല്ല കേട്ടോ. ഈ പാറക്കെട്ടുകളുടെ മുകളിലൂടെ ഒരു ചരിഞ്ഞ പ്രതലത്തിലൂടെ ഒഴുകുന്ന ഒരു സ്ലോപ്പായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഇപ്പം കടുത്ത വേനലായതുകൊണ്ട് തന്നെ വളരെ വെള്ളം കുറവാണ് ഇവിടെ. മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. ഇത് നല്ല ഫോഴ്സിലാണ് ഈ സാധനം ഇങ്ങോട്ട് ഈ വെള്ളം വെളിയിൽ നിന്ന് പതിക്കുന്നത്. ആ ഒരു സമയത്ത് മഴയൊക്കെ ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. ചുറ്റും നിബിഡ വനങ്ങളാണ്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ടുള്ള ഷോല വനങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം വന്യമൃഗ സാന്നിധ്യവും ഒക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഇത് കേട്ടോ. ഇവിടെ പിന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദേശീയ പക്ഷിയായിട്ടുള്ള സംസ്ഥാന പക്ഷിയായിട്ടുള്ള മലമുഴക്കി വേഴാമ്പൽ, അതുപോലെ തന്നെ വേഴാമ്പലിലെ ഒരു 4 ഇനം സ്പീഷീസുകളും ഈ പ്രദേശത്ത് കാണുന്നതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വന്യമൃഗങ്ങൾ ഇവിടെ ഒരുപാട് സാന്നിധ്യമുള്ളൊരു സ്ഥലമാണിത്. ആന, പുലി, കടുവ, കരടി എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ ഈ ഭാഗത്തൊക്കെ ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടാണ് നിയന്ത്രിച്ചിരിക്കുന്നത്. ഇവിടെ അപകട സാധ്യതയുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ശക്തമായിട്ടുള്ള ബാരിക്കേഡുകളൊക്കെ വെച്ചിരിക്കുന്നത്. ഈ ബാരിക്കേഡിൻ്റെ അപ്പുറത്തോട്ട് ഇറങ്ങാതിരിക്കുക, അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. ഇതിൽ മുൻകാലങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ വളരെ ഇപ്പം നല്ല സുരക്ഷാ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മൾക്കൊക്കെ ഇത് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാനായിട്ട് കുറച്ച് ബെഞ്ചുകളും ഒക്കെ പണിതിട്ടിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ചിനി അതിരപ്പള്ളിക്ക് പോവുകയാണ്. വാഴച്ചാലിൽ നിന്ന് നമ്മൾ ചാർപ്പയിലെത്തി. ഇതാ ഒരു ബസ് പോകണം കണ്ട, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാ പാലത്തിലേക്ക് കയറുന്നത് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ചാർപ്പ വെള്ളച്ചാട്ടം. അപ്പോൾ നിങ്ങൾ ചോദിക്കും വെള്ളച്ചാട്ടം എവിടെയെന്ന്. താ കണ്ട ആ പാറയില്ല, ആ പാറയുടെ മുകളിലൂടെ ഒഴുകി താഴെ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി താഴേക്ക് ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. പക്ഷേ ഇത് കാണണമെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് തന്നെ വരണം. മഴക്കാലത്ത് മാത്രം സജീവമാകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ ചാർപ്പ എന്ന് പറയുന്നത്. അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ വരണ്ടുണങ്ങിയ പാറ മാത്രമേ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം ഏറ്റവും അടുത്ത് നിന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ആ ആർച്ച് പോലെ കെട്ടിയിരിക്കുന്ന ഒരു പാലയില്ല, അവിടെയൊക്കെ കയറി നിൽക്കാം. അപ്പോൾ അവിടെ നിന്ന് വെള്ളത്തിൻ്റെയൊക്കെ തെറിച്ച് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ നല്ല രസമായിരിക്കും. തൽക്കാലം ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആതിരപ്പള്ളിയിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.